ഇന്നലെ രാത്രി ഒരുപാട് നേരം ടി വിയും കണ്ടുകൊണ്ടിരുന്നിട്ട് അരി തിളപ്പിക്കാൻ ഞാനങ്ങ് മറന്നുപോയി. ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് ചോറ് ഞാൻ കുക്കറിലിട്ടു. ഇതെന്ത് മീനാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ഏത് മീനായാലും ശരി, ഒരു ടേസ്റ്റും ഇല്ല. സത്യം പറയാലോ, വറുത്തപ്പോൾ കുറച്ചെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറിക്ക് തീരെ ടേസ്റ്റ് ഇല്ലായിരുന്നു. അരപ്പൊക്കെ അങ്ങോട്ട് പിടിക്കുന്നില്ലായിരുന്നു. സാധാരണ ഈ അയലയിലൊക്കെ ഇതുപോലെ അരപ്പ് പിടിക്കാണ്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ അരപ്പ് അതിൽ കയറി പെരളും. പക്ഷേ ഈ സാധനത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കിയിട്ടും കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് നോക്കിയിട്ടും എവിടെ അരപ്പ് വേറെ മീൻ വേറെ ആയിട്ട് നിൽക്കുമായിരുന്നു. മീൻ കറിയാക്കാനായിട്ട് ഒരു പഴുത്ത തക്കാളി, കുറച്ച് ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം കൂടെ ഞാൻ ഈ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൽ നിന്ന് ലേശം ഒഴിച്ച് അരച്ചു കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് പരുവത്തിന് കിട്ടും. അപ്പോൾ കറി നന്നായിട്ട് കുറുകിയിരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് ഉലുവയും പൊട്ടിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് പച്ചമുളകും ഇട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞു വരുന്ന പരുവത്തിന് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് മോരിനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. മോരിന് അരച്ചു കഴിഞ്ഞപ്പോഴേക്ക് കറി നന്നായിട്ട് തിളച്ചു. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മീനും ഒക്കെ കൂടെ പിറക്കിയിട്ടു. മീൻ വറുക്കാനായിട്ടുള്ള ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് മീനൊക്കെ നിരത്തി വെച്ചിട്ട് മോര് ഞാൻ ആദ്യമേ അങ്ങ് താളിക്കുവാണ്. അല്ലെങ്കിൽ വീണ്ടും അതൊരു പ്രോസസ്സായിട്ട് നിൽക്കുമല്ലോ. കിച്ചൺ വിൻഡോയിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ രാവിലെ തൊട്ട് ഇങ്ങനെ ഇരുണ്ട് മൂടി നിൽക്കുവാണ്. നട്ടുച്ചയായിട്ടും വെയിൽ വന്നിട്ടില്ല, പക്ഷേ മഴയും വന്നിട്ടില്ല. അങ്ങനെ നിന്ന് പുഴുങ്ങി വൈകുന്നേരം ആയപ്പോൾ അവിടെ ഇവിടെ 4 തുള്ളിയും വീണ് അത് അതിൻ്റെ പാട്ടിന് അങ്ങ് പോയി. വെജിറ്റബിളിനായിട്ട് എനിക്കിനി ഉള്ളിയൊന്നും ഉരിക്കാൻ വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറച്ച് പയർ അങ്ങോട്ട് അരിഞ്ഞെടുത്തു. നമ്മുടെ കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയിട്ട് മൂത്ത് വന്നപ്പോൾ മഞ്ഞപ്പൊടിയും വറ്റൽമുളകും ഇട്ട് പയർ ആഡ് ചെയ്ത് ലേശം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് വേവിച്ചങ്ങെടുത്തു. പയർ മെഴുക്ക് വരട്ടി റെഡി. ചോറും പയർ മെഴുക്ക് വരട്ടിയും മോര് കാച്ചിയതും. മീൻകറിയിലെ മീൻ ഞാൻ എടുത്തില്ല. എനിക്ക് മീനിനോട് ആദ്യമേ തന്നെ ഒരു താല്പര്യം അങ്ങോട്ട് തോന്നിയില്ല കഴിക്കാനായിട്ട്. അതുകൊണ്ട് വറുത്ത മീൻ മാത്രമേ എടുത്തുള്ളൂ. കുറച്ച് മാങ്ങ അച്ചാറും ഒക്കെ കൂട്ടി ഉച്ചയൂണ് കുശാലായിരുന്നു. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും, ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നന്ദിയുണ്ട്.